നമസ്കാരം. കവിതയുടെ ലോക ഭൂപടത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അടയാളപ്പെട്ട കവിയാണ്. ഇംഗ്ലീഷിൽ തച്ചമ്പുയിൽ രാജീവൻ എന്ന പേരിൽ എഴുതുകയും മലയാളത്തിൽ ടി.പി. രാജീവൻ എന്ന പേരിൽ എഴുതുകയും ചെയ്യുന്ന ഇപ്പോൾ നമ്മോട് കൂടെയുള്ള ടി.പി. രാജീവൻ. അദ്ദേഹവുമായി ലോക കവിതയുടെ വർത്തമാനങ്ങൾ പറയാമെന്നാണ് നമ്മൾ നേരത്തെ ഏറ്റിരുന്നത്. എന്നാൽ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കവിതയുടെ ഒരു ദേഹം, ആത്മാവ് എം.എൻ. പാലൂരിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയാണ് ടി.പി. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോവുകയും അത് കവിതയിൽ കൊണ്ടുവരികയും ചെയ്ത ഒരാളെന്നാണ് പാലൂർ മരിച്ച വിവരം പറഞ്ഞപ്പോൾ ടി.പി. രാജീവൻ നമ്മോട് സംസാരിച്ചത്. എന്തായാലും ആദ്യം അദ്ദേഹം അതിൽ തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പുതിയ കവിതാവർത്തമാനങ്ങളും ഇപ്പോഴുള്ള മനുഷ്യനെക്കുറിച്ചുള്ള, കവിതയെക്കുറിച്ചുള്ള, ദേശത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം രാജീവേട്ടൻ. നമസ്കാരം. കവിത വായിച്ചു തുടങ്ങിയ കാലത്ത് അന്ന് വായിച്ച പുതിയ കവികളിൽ അന്നത്തെ പുതിയ കവികൾ എന്ന് പറയാൻ പറ്റും. അതിൽ ആറ്റൂരി വർമ്മ, എം.എൻ. പാലൂർ, കക്കാട്, മാധവൻ അയ്യപ്പത്ത്, ഇങ്ങനെയുള്ള ചില അയ്യപ്പണിക്കർ, ഈ കവികളെ വായിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. പക്ഷേ നമ്മളെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കവികളിൽ ഒരാളാണ് ആ കാലത്ത് എഴുതിയിട്ടുള്ള എം.എൻ. പാലൂർ. പാലൂർ എന്ന പേര് നമ്മളൊന്ന് കേൾക്കുകയല്ലാതെ അദ്ദേഹത്തെ കാണാനോ നേരിട്ട് സംസാരിക്കാനോ ഒക്കെ അവസരം കിട്ടിയത് വളരെ വൈകിട്ടാണ്. അന്നൊക്കെ കാണുമ്പം പാലൂർ ഭാഗവതത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭാഗവതം ഓരോ പൊതു കവി സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ കവിതാ ചർച്ചകളിലും പാലൂർ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഭാഗവതമോ അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള ഇന്ത്യൻ ക്ലാസിക്കുകൾ എപ്പോഴും കാണും. പാലൂർ വ്യാഖ്യാനിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ഇന്ന് കാലത്ത് സുഹൃത്തുക്കളായ കവികൾ ആദ്യം വിളിച്ചു വരുന്നത് ഒ.പി. സുരേഷാണ്. പിന്നെ ഇപ്പോൾ കുരൂർ വിൽസൺ അത് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ അതൊരു വലിയൊരു ദുഃഖം പോലെയാണ് തോന്നുന്നത്. കാരണം ഭാഗവതം പോലുള്ള കൃതികൾ അനാഥമാകുന്നു നമ്മുടെ ഭാഷയിൽ. അത് നമ്മുടെ ഒരു സാംസ്കാരിക ഇടവെപ്പ് അല്ലെങ്കിൽ നിക്ഷേപമാണ്. അത് നമ്മുടെ ഭാഷയിലുള്ള ഇന്ത്യൻ സംസ്കാരത്തിലെ, കാവ്യ സംസ്കാരത്തിലൊക്കെ തന്നെയുള്ള, ദാർശനിക സംസ്കൃതിയാണെങ്കിലൊക്കെ തന്നെയുള്ള ഒരു വലിയൊരു സാംസ്കാരിക ഈടുവെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഭാഗവതം, മഹാഭാരതം പോലുള്ള കൃതികൾ. അതിനെ പറ്റി സംസാരിക്കാനും ഇനി ആരുണ്ട് നമ്മൾക്ക് എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഭാഗവതം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ പുരാണ സ്മൃതികളും ചരിത്ര സ്മൃതികളും പഴങ്കഥകളും മിത്തുകളും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു വലിയൊരു ലോകം പാലൂരിൻ്റെ മരണത്തോടുകൂടി മലയാളത്തിൽ അനാഥമായി എന്ന് ആണ് നമുക്ക് ഏറ്റവും ആദ്യം ഉള്ളൊരു ദുഃഖം എന്ന് പറയുന്നത്. ഇത് കുടുംബത്തിലെ മുതിർന്ന ഒരു മുത്തശ്ശൻ ആയിട്ടുള്ള ഒരാൾ, കുട്ടികൾക്കൊക്കെ നൽവഴികൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി മരിച്ച ദുഃഖമാണ് പാലൂരിൻ്റെ മരണം. ഒരു കവിത എഴുതുന്ന ഒരു ആളെന്ന നിലയ്ക്ക് എന്നെ അത് സ്പർശിച്ചത് അങ്ങനെയാണ് പാലൂരിൻ്റെ ഈ മരണം എന്ന് പറയുന്നത്. ചേട്ടാ, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എം.എൻ. പാലൂർ എന്ന് പറയുന്ന കവിയുടെ ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെയൊരു കവി ഉണ്ട് എന്നുള്ള കാര്യം അത് പിന്നെ തന്നെ അതൊരു അറിഞ്ഞത് മലയാളം ഒരു പുതുമലയാളം. അപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞു ഇത്ര മാത്രം പാരമ്പര്യം, അക്ഷരത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച മനുഷ്യർ പോവുകയാണ് ഈ രേഖപ്പെടുത്താതെ.
പ്രത്യേകിച്ച് അദ്ദേഹം പിന്നെ എയർ ഇന്ത്യയുടെ ടാക്സി ഡ്രൈവറായി ജോലി ദേശം വിടുകയും ഇപ്പോൾ മൂഴിക്കുളം എന്നുള്ള വളരെ സാമ്പ്രദായികമായ ഒരു ഗ്രാമം, ജിയുടെയൊക്കെ ഗ്രാമം, ആത്മകഥയിൽ പറയുന്നത് പോലെ അങ്ങനെ വിട്ടുപോയ ഒരാൾ. പക്ഷേ എന്നാൽ നിരന്തരം ആ ഭാഷ, ആ കവിത അവസാന ശ്വാസ നിമിഷം വരെ സൂക്ഷിച്ച ഒരാൾ. പക്ഷെ ഇത്തരം ആളുകളെ നമ്മൾ തമസ്കരിക്കുകയാണ്, ആളുകൾ അറിയില്ല. ഈ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ ഇന്ന് രാജുവേട്ടനെ കിട്ടിയത് ഒരു നിമിത്തം മാത്രമാണ്. ഇപ്പോൾ അങ്ങേക്ക് അവിടെ പോകാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒരു ചെറിയ അപകടത്തിൻ്റെ വാർത്ത നമ്മൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഈ ഒരു കാര്യം, അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പാലൂരിൻ്റെ കവിത വായിക്കുകയായിരുന്നു രാജുവേട്ടൻ ചെയ്തത്. അതൊന്ന് പറയാമോ ആ കവിത? തീർച്ചയായിട്ടും പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ തമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. പാലൂരിനെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം, ആ ആത്മകഥ അദ്ദേഹം എഴുതിയ സമയത്ത് മലയാളത്തിലെ ഒരു വാരികയും പോലും മറ്റ് പ്രബലമായ മറ്റ് വാരികളൊന്നും മലയാളം വാരിക ചെയ്തത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ആനുകാലിക പുസ്തകത്തിൽ വന്ന കാലം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇതിൽ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾ കവിത വായിച്ചു തുടങ്ങാൻ കാലത്ത് ഞങ്ങളെ വിസ്മയിപ്പിച്ചൊരു കവിയായിരുന്നു പലിമൻ പാലൂർ. മറ്റൊരു ഓർമ്മയെപ്പോലെയും മാധവൻ അയ്യപ്പത്തിനെ പോലെയും കക്കാടിനെ പോലെയും ഒക്കെ തന്നെ. കാരണം പാലൂരിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്ന കാര്യം, പാലൂർ വളരെ ട്രഡീഷണൽ പാരമ്പര്യവാദിയായിട്ടുള്ള കവിയാണ്. അദ്ദേഹം അതിൻ്റെ പാരമ്പര്യ രൂപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തികവിൽ നിന്നോ ഒരിക്കലും മാറിയിട്ടില്ല. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പാലൂർ പലപ്പോഴും പുതിയ അനുഭവങ്ങൾ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാലൂർ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ അനുശീലനം എന്ന് പറയുന്നത് കഥകളി മുതലായ കാര്യങ്ങളിലാണ്. എന്നാണ് പാലൂരിൻ്റെ കഥകളി നടനാവാനായെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ആഗ്രഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു സാമ്പ്രദായികമായ സമ്പത്തും ഒക്കെ തകർന്ന് ജീവിക്കാൻ വേണ്ടി ബോംബെയിലേക്ക് പോവുകയും അവിടെ നിന്ന് ടാക്സി ഡ്രൈവറാകുകയും ബോംബെയിൽ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ പാലൂരിൻ്റെ കവിതകളിൽ നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് എത്ര ആൾ നിരീക്ഷിച്ചു എന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, അത് മുദ്രാവാക്യ പ്രായമല്ല ആ കവിതകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നിരൂപകർക്ക് അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രീതിയിൽ പാരമ്പര്യ സംസ്കൃതജ്ഞാനം ഉണ്ടാവുകയും ക്ലാസിക്കുകളിൽ അങ്ങേയറ്റം സിദ്ധി നേടുകയും ചെയ്ത ഈ കവി ബോംബെ പോലുള്ള മഹാനഗരത്തിൽ ചെല്ലുക, വിമാനത്താവളത്തിൽ ടാക്സി ഈ രണ്ട് ട്രഡീഷൻസിൻ്റെ ഏറ്റുമുട്ടുന്നതിൻ്റെ വലിയ ക്ലേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കവിതയിലുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞാൻ വിമാനത്താവളത്തിലൊരു കവി എന്ന് പറയുന്ന ഒരു കവിത എനിക്ക് തോന്നുന്നു പാലൂരാണ് ആ ഒരു പരമ്പരയിൽ ആദ്യത്തെ കവിതകൾ. പിന്നെ നഗരത്തുള്ളി യക്ഷനൊക്കെ ആറ്റൂർ എഴുതിയിട്ടുണ്ട്. നഗരത്തുള്ളി യക്ഷൻ ഇതൊക്കെ തുടങ്ങാൻ കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ വിമാനത്താവളത്തിലൊരു കവിയാണ്. ഇന്ന് നമ്മുടെ പൊതു കവിതയിൽ പല ആളുകളും പ്രയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാസവും നർമ്മവും വിമർശനവും ചേർന്നൊരു ഭാഷ നമുക്ക് പാലൂരിൻ്റെ അത്തരം നഗരകവിതകൾ കാണാൻ കഴിയും. നഗരകവിത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കക്കാട് എഴുതിയിട്ടുണ്ട് കോഴിക്കോടിനെ പറ്റിയിട്ട്. കോഴിക്കോടൊന്നും നഗരമല്ല, ഒരു ചെറു പട്ടണം മാത്രമാണ്. പക്ഷെ പാലൂർ എഴുതുന്നത് മുംബൈയിലെ വിമാനത്താവളത്തിൽ നിന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പുതിയ കാലത്തെ മനുഷ്യനെ പറ്റിയിട്ട്, അവൻ 20-ാം നൂറ്റാണ്ടിൽ അനാസിനാക്കുന്നു പ്രധാന ഭക്ഷണം. അത് എഴുതുന്നത് ഒരു അരനൂറ്റാണ്ട് മുമ്പാണ് അദ്ദേഹം, 1960കളിൽ. അവൻ 20-ാം നൂറ്റാണ്ടിൽ അനാസിനാക്കുന്നു, അനാസിൻ തലവനക്കുള്ള വിളിയാണ്, പ്രധാന ഭക്ഷണം. പുതുകാലം, പുതു സംസ്കൃതി, നാഗരികത, ഇത്തരം സമ്മർദ്ദങ്ങൾ മനുഷ്യനേൽപ്പിക്കുന്ന സന്ത്രാസം, അതിൻ്റെ ക്ലേശം, അതിൻ്റെ അനുഭവം, അതുണ്ടാക്കുന്ന ഹെഡേക്ക് എന്ന് പറയുന്നില്ലേ, ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ്സ് എ ഹെഡേക്ക്, ഇറ്റ് ഈസ് നോട്ട് മൈ ഹെഡേക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു രീതിയിൽ അദ്ദേഹം പുതുകാലത്തെ പറ്റി പറയുകയാണ്. അവൻ 20-ാം നൂറ്റാണ്ടിൽ അനാസിനാക്കുന്നു പ്രധാന ഭക്ഷണം എന്ന് എഴുതിയ ഈ കവി, ഇതാണ് ഇന്ന് പല കവികളും മലയാളത്തിലെ പുതുകവികളും നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഡിക്ഷനോ അല്ലെങ്കിൽ കൺസെപ്റ്റോ ഇതൊന്നും തന്നെ ഇതിനപ്പുറം പോയിട്ടില്ല.
ഞാൻ എന്തായാലും അതേ അർത്ഥത്തിൽ വിമാനത്താവളത്തിൽ ഒരു കവി, ഇപ്പോൾ നഗരത്തിൽ ഒരു യക്ഷൻ പോലെ മാതൃക ഉള്ള ഒരു കവിതയുടെ തുടക്കമായിരുന്നു അതെന്ന് പറഞ്ഞാൽ അതിൽ 2 വരികൾ ചൊല്ലിയിട്ട് ഞാൻ രാജീവേട്ടന്റെ കവിതയിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, കാരണം മാത്രമല്ല വിമാനത്താവള കവിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്, അവൻ അനാസനാക്കുന്നു. മറ്റേ അതിൽ പറയുന്നുണ്ട് ബോയിങ്ങും അനുജൻ എന്താണ് മറ്റേ ഈ ഫ്ലൈറ്റുകളുടെ പേരാണ്. അനുജൻ ബോയിങ്ങും എന്താണ് ജ്യേഷ്ഠൻ എന്താണ് ഈ ഫ്ലൈറ്റുകളുടെ കമ്പനികളുടെ പേരാ പറയുന്നത്. അത്ര സ്റ്റാർക്ക് റിയാലിറ്റി വെക്കുന്നത്. പക്ഷെ ഇതേ കവി തന്നെയാണ് പ്രഭാതവന്ദനം എന്ന കവിതയ്ക്ക് ഉഷസ്സിനെ പറ്റിയിട്ട്. ഇത് ഈ ഡിക്ഷണറി അല്ല അതിനകത്ത്, അത് കൃത്യമായുള്ള, കാരണം അയ്യോ പണിക്കരുടെ പ്രഭാത പൂജ എന്നോ അങ്ങനെ ഒരു കവിതയുണ്ട്. പക്ഷെ അതിന് മുമ്പാണ് പ്രഭാതവന്ദനം. അതെന്താ കവിത? അത് അസാധ്യ കവിത മലയാളത്തിലെ. ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ, വെളുക്കുന്നതിന് മുമ്പ് മുങ്ങിക്കുളി കഴിഞ്ഞെത്തിടും സത്യസർവസ്വമേ സാരസർവസ്വമേ, ജ്വലിക്കുന്ന നിൻ രാഗപൂരങ്ങൾ. ഈ രീതിയിലുള്ള വളരെതായിട്ടുള്ള ചുറ്റും പായെല്ലാം ചുരുട്ടുന്നു ചുറ്റും ഇരുട്ട് പശുത്വം വെളിച്ചം കുടിക്കുന്നു. ഈ രീതിയിലുള്ള വളരെ ഒരേ സമയത്ത് പശുത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്. എന്താണ് ഈ പശുത്വം എന്ന് പറയുന്നത്? ഇപ്പം പശു രാഷ്ട്രീയമാണല്ലോ ഇന്ത്യയുള്ളത്. പശുത്വം വെളിച്ചം കുടിക്കുന്നു, സാത്വികത എന്ന അർത്ഥത്തിൽ. എന്തായാലും അങ്ങനെ ഈ അതിൻ്റെ ഒരു വാക്കിൻ്റെ ഉത്ഭവത്തിലേക്ക് ഞാൻ എന്തായാലും പിന്നെ രാജീവേട്ടൻ്റെ കവിതയിലേക്ക് വരികയാണ്. അപ്പോൾ LD ക്ലാർക്ക് വാസന്തി, 2 കുട്ടികൾക്കമ്മ, ഉപ്പിടാൻ മറന്നുപോയി കറികളിൽ ഇന്നു രാവിലെ, അതുതന്നെ ഓർത്തോർത്ത് വൈകിയെത്തുക കാരണം ഓഫീസിൽ ഹാജർ ബുക്കിൽ ഒപ്പിട്ടതുമില്ലവൾ എന്ന് പറയുന്ന ആ കവിത. അതിന്റെ തുടക്കം ഈ 2 പേരും ഇത് വലിച്ചെറിയാണ്. വീട്ടില് കുട്ടികളെല്ലാവരും കൂടി ഇതിൽ ഉപ്പില്ലല്ലോ, പക്ഷെ ഓഫീസിൽ ചെല്ലുമ്പോ ഇതിന്റെ ടെൻഷനിൽ പിന്നെ ഒപ്പ് ഇടണില്ല. അപ്പോൾ ഓഫീസർ പറയണത് പിന്നെ ഇതിലൊന്നും ഒപ്പില്ല, അപ്പൊ വലിച്ചെറിയണം. അപ്പൊ വലിച്ചെറിയാം ആർക്കും തിരിച്ചയക്കാം വീണ്ടും, ഉപ്പ് ഏറിപ്പോയെന്നൊരു കുറവില്ലേ കണ്ണീരിനും എന്നാണ് ആ കവിത. അതെ. അപ്പോൾ ഈ കവിതയാണ് ഒരുപക്ഷെ എന്നിൽ തറച്ച ആദ്യത്തെ. അതിനു മുൻപ് ഇല്ല എന്നല്ല, അതിനുശേഷം കവിതയുടെ വർത്തമാനം വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ സ്ത്രീകളുടെ മനുഷ്യാവകാശ പ്രശ്നം, പൗരൻ എന്നുള്ളതിൻ്റെ വലിയ ഈ എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതലങ്ങളിലേക്ക് എൻ്റെ അവകാശം, മരിച്ചവരുടെ അവകാശം വരികയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ നാടുകളുടെയുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു കവി എന്തായാലും പ്രത്യേകിച്ച് ഈ തുടക്കം മുതലുള്ള നിരീക്ഷണങ്ങളിൽ ഇങ്ങനെ ഒരു സ്ത്രീപക്ഷം എന്നുള്ള നിലയിൽ അങ്ങനെയൊന്നും ചേർത്ത് വെക്കേണ്ട ഒന്നല്ല, എങ്കിലും മനുഷ്യപക്ഷമാണത്. ആ ഒരു സ്ത്രീയെ ആദരിച്ചുകൊണ്ടുള്ള, ആ ഒരു പൗരത്വം ആദരിച്ചുകൊണ്ടുള്ള ഒരു കവിത കൂടിയാണത്. അതിൽ ഒരു വളരെ പെയിനിട്ടുള്ള അത്തരം ജീവിതങ്ങളെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്ത്രീകളാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു വിഷയം. അപ്പോൾ ആ കവിതനെ തുടങ്ങുകയാണ്. അപ്പൊ പൊതുവെ മലയാളിക്ക് കേരളീയന് ഈ സ്ത്രീകളോടുള്ള ഒരു നിലപാട് എന്താണ്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തൊരു നാടാണ് കേരളം. ജനിച്ചു പോയി ഇവിടെ എന്നുള്ളൊരു ഹിപ്പോക്രസി, ഇരട്ടത്താപ്പുകൾ, 2 തരം ദ്വന്ദ്വ ജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ആ കവിത, കാരണം ഞാൻ ഒരു കവിത എഴുതുന്നതും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചോ എന്നുള്ള അനുഭവത്തിൽ നിന്നോ ചിന്തയിൽ നിന്നോ അല്ല. ഞാൻ നേരിട്ട് കാണുന്ന തരത്തിൽ ചില അനുഭവങ്ങളുണ്ട്. അത് വീട്ടിലാണെങ്കിലും തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും അതിൽ നിന്നാണ് നമ്മൾക്ക് ഇതിലേക്ക്, നമ്മുടെ ഒരു കവിതയിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നത്. ഇത് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും സർക്കാർ ജോലിക്കാരായിരുന്നു, യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ രാവിലെ അവളെ പ്രയാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഓഫീസിൽ പോയി ഞാനാണെങ്കിൽ ഇതിപ്പം എനിക്ക് കവിത എഴുതണം, പത്രം വായിക്കണം, ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കിയത്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ അയക്കുക, ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള അതിൽ നിന്നാണ് ആ കവിത വന്നത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പം അത് വരുന്നത്. അതിപ്പോൾ അത് മാത്രമല്ല, പിന്നെ സ്ത്രീകളുടെ ഒരു കാര്യം, ഞാൻ അവരുടെ ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയോ അവരുടെ ചില കഷ്ടപ്പാടുകളോ എനിക്കത് മനസ്സിലാക്കാൻ എനിക്കൊരു ഗ്രന്ഥത്തിന് സഹായം ആവശ്യമില്ല, എനിക്കൊരു സൈദ്ധാന്തികതയുടെയും സഹായം ആവശ്യമില്ല.
കാരണം സ്ത്രീകൾ ഭൂരിപക്ഷമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചത്. അതിലുള്ള ഒരു ആന്തരികമായിട്ട് എനിക്ക് ഇത് ഞാൻ കുട്ടിക്കാലത്തേ കാണുന്നതാണ്. അവരെ പരാധീനതകൾ, അവർക്ക് എവിടം വരെ അവരെ ലിമിറ്റ് ഉണ്ട് മൂവ്മെൻറ്റിനൊക്കെ ആയിട്ടുള്ള ചലനം മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യന്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്ക് നേരിട്ടറിയാത്ത അനുഭവിക്കാത്ത ഏതെങ്കിലും തരത്തിൽ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ നേരിട്ട് അറിയാത്ത ഒരു കാര്യവും ഞാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം കണ്ണകി എന്ന് പറയുന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട്, കണ്ണകി എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ പിന്നെ എൻ്റെ 2 നോവലുകളിലും അതൊരു സ്ത്രീ ജീവിതമാണ് പ്രധാനം. അതിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ വളരെ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു മിഴിവുള്ള ഇൻഡിവിജ്വാലിറ്റി ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വന്നത്. സിനിമയും ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ കോട്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിലേക്കല്ല ആദ്യം പോകണം. എനിക്ക് കവിതയിൽ നിന്ന് വിടാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കവിതയിൽ തന്നെ ആയാലും അപ്പം ഈ ഒരു സ്ത്രീ കഥാപാത്രം അത് ഇതിലൊരു കഥാപാത്രം മാത്രമല്ല. ഇപ്പോൾ LD ക്ലാർക്ക് വാസന്തി എന്നുള്ള ആ ഒരു കവിത മാത്രമല്ല, ഇതിൻ്റെ ഒരു ഡിക്ഷൻ വളരെ കണ്ടംപററി ആയിരുന്നു. അതായത് ഇപ്പോൾ വിക്കിപീഡിയയിൽ TP രാജീവൻ എന്ന് പറയുന്ന മലയാളത്തിലെ വിക്കിപീഡിയയിൽ ഇപ്പൊ ഈ ആധുനികതയ്ക്ക് ശേഷമുള്ള വിച്ഛേദം അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ശ്രമം അതിൻ്റെ ഒരു ആയിരുന്നു രാജീവൻ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ആധുനികതയ്ക്ക് ശേഷമുള്ള കവിതയുടെ വിച്ഛേദം അതെനിക്ക് നന്നായി തോന്നി. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഈ ഒരു കവിത പോലും ആ ഡിക്ഷൻ ഉണ്ട്. എന്നാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അടിസ്ഥാനമായിട്ട് വിച്ഛേദത്തിലല്ല എൻ്റെ ഊന്നൽ, കണ്ടിന്യൂറ്റിയിലാണ്. ഞാനതൊരു എത്രമാത്രം ആളുകളത് സ്വീകരിക്കുന്നറിയില്ല. ഞാൻ പഠിച്ചത്, എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം ഫിസിക്സിലാണ്. നമുക്ക് പ്രകാശം എന്ന് പറയുന്ന 2 വിധത്തിൽ കാണാൻ പറ്റും. പ്രകാശം തരംഗമാണ്, വെള്ളം പോലെ കടലിലെ തിരമാല പോലെ തരംഗമായി പോകുന്നതാണ്. പ്രകാശം പാർട്ടിക്കിളാണ്. അതിങ്ങനെ മുറിഞ്ഞ് ഓരോ പാർട്ടിക്കിളായിട്ട് ഓരോ കണികയായിട്ട് ഇങ്ങനെ ജമ്പ്. ഇത് രണ്ടും ഏത് ചലനത്തിൻ്റെയും അടിസ്ഥാന സ്വഭാവമാണ്. അതൊരേ സമയം തരംഗചലനവുമാണ്, ഒരേ സമയം അത് മുറിഞ്ഞും വിച്ഛേദവുമാണ്. ഈ തരംഗചലനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാര്യത്തിൽ. അതുകൊണ്ട് വിച്ഛേദം എന്നല്ല അത് പറയുന്നത്, അത് കണ്ടിന്യൂറ്റിയാണ്. അത് കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ അത് നേരത്തെയുള്ള ഒന്നിൻ്റെ അതേപോലെ ആവർത്തനമല്ല. ഇപ്പം ഒരു നദിയും അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഒഴുക്കിനെ അനുകരിക്കുന്നില്ല, ഇല്ലല്ലോ, ഒന്നും അനുകരിക്കുക. അത് ഓരോ നിമിഷവും മാറി നമുക്ക് ഒരു നദിയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണത്, അറിയാലോ. കാരണം നദി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഇറ്റ്സ് എ ഫ്ലോ. അപ്പം എൻ്റെ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ട് കണ്ടിന്യൂറ്റിയിലാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആധുനികതയിലെ വിച്ഛേദം എന്ന് പറയുന്നതിൽ അതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ, ആധുനികത നമ്മളൊരു ചില കാര്യങ്ങൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ളതിനെ കാണാൻ കഴിയായ്മ അതിൻ്റെ ഒരു വലിയ പരാധീനത. അത് മോഡേൺ ഈ അന്യദേശത്തുള്ള പുഴകളെ കുറിച്ച് ആകുലപ്പെടുക ദൂഷ. കാരണം അത് എനിക്കൊന്ന് ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തമാണ് പറ്റിച്ച മനുഷ്യനെ. അതെപ്പോഴും ദൂരദേശങ്ങളിൽ കാണുക, അങ്ങനെയാണല്ലോ. അതിങ്ങനെ മോണിറ്റർ ചെയ്യുക, ഈ സാറ്റലൈറ്റ് വഴി ഒബ്സർവ് ചെയ്യുക ലോകങ്ങളെ. അത് ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത വീട് കാണാൻ എനിക്ക് സാറ്റലൈറ്റ് വേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് അടുത്ത പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ ഇസ്രായേലിലോ ഒക്കെ നടക്കുന്ന കാര്യം സാറ്റലൈറ്റ് വേണം. നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ഇമ്മീഡിയറ്റ് നൈബർഹുഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, അറിയില്ല, ഇമ്മീഡിയറ്റ് എൻവിറോൺമെൻറ്റ്. അത് കാണാനുള്ള ഒരു ശേഷി, അതിൻ്റെ ഒരു ഫാക്കൽറ്റി മനുഷ്യനുണ്ട്, നേരത്തെ ഉണ്ട്. ആ ഫാക്കൽറ്റി മോഡേണിറ്റി നമ്മളെ പോയട്രിയിൽ നമ്മളെ സെൻസിറ്റിവിറ്റി ഇല്ലാണ്ടായി കളഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ തെറ്റാണെങ്കിൽ പറയണം, ഞാൻ ആധുനികതയിൽ അതിൻ്റെ വിഷയങ്ങളും ഭാഷയും ഒക്കെ തന്നെ ഇപ്പോൾ സൂര്യശീല പോലെ ട്രാൻസ്ലേഷൻ വന്നത്, ലോർക്ക, കടമ്മനിട്ട, സൂര്യശീല ചെയ്യുന്നു. ആ സമയത്തുണ്ടായ ഡി വിനയേന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും, സച്ചിദാനന്ദൻ ഉൾപ്പെടെ എല്ലാവരും ഓരോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു വിദേശ മാതൃകയാണ്, ആധുനികതയുടെ വിദേശ മാതൃകയാണ് പലപ്പോഴായിട്ട് കൊണ്ടുവന്നത്. ഇതിന് ഞാൻ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിന് തന്നെയാണ് വരുന്നത്. കാരണം നോവലിലേക്ക് വന്നപ്പോൾ കുറേ കൂടി തൻ്റെ അമ്മൂമ്മമാരുടെ കഥകൾ,
അതിൻ്റെ ദുരൂഹതകൾ, ജന്മജന്മാന്തരങ്ങളുടെ ആ ഒരു അതിൻ്റെ വലിയ തുടർച്ച നോവലിൽ വളരെ നന്നായി ചെയ്തു. പക്ഷേ കവിതയിൽ ഇപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് ഏറ്റവും പരിസരമായി ഇതിനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആധുനികർ ചെയ്ത വലിയൊരു കാര്യം, അവർ മറ്റ് ദേശങ്ങളിലെ ആധുനികതയെ എങ്ങനെ അവതരിപ്പിച്ചു, പക്ഷേ ഇതിനെ എങ്ങനെ കൊട്ടൂരുമായും അവനവൻ ജീവിക്കുന്ന വയൽക്കരയുമായും ബന്ധപ്പെടുത്താമെന്നാണ് ടി.പി. രാജീവൻ കാണിച്ചത്. അങ്ങനെയാണ് ഈ ആധുനികതയുടെ ഈ കേരളീയ പരിസരത്തിലേക്കുള്ള വിച്ഛേദം എന്ന് ഞാൻ പറഞ്ഞത്. അതെന്ത് തോന്നുന്നു? അല്ല, അത് തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഇടക്കാലത്ത് മോഡേണിറ്റിയുടെ കാലത്ത്, മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ മോഡേണിറ്റി ആണോ എന്ന് സംശയമുണ്ട്. ഇപ്പം മലയാളത്തിൽ പിന്നെ ആധുനിക കവികളെന്ന് പറഞ്ഞാൽ അതാണോ മോഡേണിറ്റി എന്ന് പറയുന്നത് എനിക്ക് സംശയം. മോഡേണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സെൽഫ് അവെയർനെസ്സും സ്വതന്ത്രമായ അസ്തിത്വവും നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ശേഷിയാണല്ലോ. അത് ആധുനികത നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു വെച്ചാൽ പലപ്പോഴും നമുക്കൊരു എഴുത്ത് എന്ന് പറയുന്നത് അതൊരു ഓൺ ബിഹാഫ് ഓഫ് ആവരുത്. നമ്മൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പുസ്തകം വായിച്ചെഴുതുക എന്ന് പറയുന്നത്, പുസ്തകം വായിച്ച് നമുക്ക് നമ്മളെ വിസ്ഡം വർദ്ധിപ്പിക്കാം, ജ്ഞാനം കൂട്ടാം, പക്ഷേ ഇൻസൈറ്റ് കൂട്ടാം. പക്ഷെ എക്സ്പീരിയൻസിന് പുസ്തകം ഒരിക്കലും എന്തല്ല ഒരു സഹായമല്ല. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ കാലത്തുള്ള പല എഴുത്തുകാരെയും വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മേതിൽ രാധാകൃഷ്ണനൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സൗഹൃദമുള്ള ആളാണ്. ഗ്രന്ഥങ്ങളൊക്കെ ഇഷ്ടമാണ്, അയാളുടെ മേതിലിൻ്റെയൊക്കെ ഇഷ്ടമാണ്. പല ആൾക്കാർ നമുക്ക് അതിൽ ബോധ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കെട്ടിടം പണിയുന്ന സമയത്ത് സ്കഫോൾഡ് വെക്കില്ലേ? സ്കഫോൾഡ് മീൻസ് ഈ താങ്ങ് വെക്കും വാർപ്പിന് വേണ്ടിയിട്ട്. ഇതേപോലെ അത് വാർപ്പ് കഴിഞ്ഞാൽ തട്ടിക്കളിയും. ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് നമ്മളിങ്ങനെ പിന്നെ മുളങ്കാല് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇരുമ്പ് ഇതുകൊണ്ടോ നമുക്കതിന് താങ്ങ് കൊടുക്കും, അത് സെറ്റ് ചെയ്യാനുള്ളതായിട്ട്. അത് പണി കഴിഞ്ഞാൽ അത് മാറ്റിക്കളിയും. ഈ പണി കഴിഞ്ഞിട്ടും മാറ്റാത്ത സ്കഫോൾഡ്സാണ് ഇവരുടെ പല കൃതികളിലുള്ള റെഫറൻസുകളും ഗ്രന്ഥ സഹായങ്ങളും. ചില ലേഖനങ്ങളൊക്കെ വായിച്ച സമയത്ത് പിന്നെ ആധുനികതയെ പറ്റിയിട്ടുള്ള ഇപ്പം ഒരു വളരെ പ്രസ്തായ പുസ്തകമുണ്ടല്ലോ, ചിന്താ രവീന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ള എന്താണ് അപ്പം അതിൻ്റെ പേര്, മാർക്സിസ്റ്റ് മാനദണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് ടി.കെ. രാമേന്ദ്രൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ. ഈശ്വര, ഞാൻ ഇത്രമാത്രം അനുബന്ധങ്ങൾ ഫുട്നോട്ട്, അതെന്താ ഇത് കുറ്റ്യാടിപ്പുഴയ്ക്ക് പാലം കെട്ടുമ്പം കല്ലായിപ്പുഴയിൽ തൂണ് പണിയും പോലെ തോന്നും നമുക്കത്. അത്രമാത്രം അനാവശ്യം. ഇത് നമ്മൾ ഞെട്ടിക്കലായിരുന്ന പരിപാടി വരെ മലയാളിയുടെ അതുവരെ ഉറച്ചു പോയിട്ടുള്ള ശീലങ്ങളെയൊക്കെ ഞെട്ടിക്കാനൊക്കെ അത് പറ്റുമായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മളെ കൾച്ചറൽ ഹിസ്റ്ററിയിൽ, സാംസ്കാരിക ജീവിതത്തിനകത്ത് നമ്മുടെ മഹാഭുഗത്വ പരിണാമത്തിലൊക്കെ എന്ത് സഹായം അത് ചെയ്യുന്നത്, അത് ഈ യഥാർത്ഥ കാവ്യാസ്വാദകരെയും നോവലാസ്വാദകരെയും സംഗീതാസ്വാദകരെയും നല്ല പരിധിവരെ ഇതിൽ നകറ്റിയിട്ടുണ്ട്. പലപ്പോഴും പോയട്രി ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും അത് ആർജിക്കേണ്ടത് ചിത്രകലയുടെയും സംഗീതത്തിൻ്റെയുമായിട്ടുള്ള ഒരു പെർഫെക്ഷനിലേക്കാണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക്കാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഞാൻ ചിത്രകലയും കൂടി കൂട്ടുകയാണ്. അതിനൊരു തരത്തിലുള്ള ഇതും ആവശ്യമില്ലല്ലോ. ഇപ്പം ഗൊർണിക്ക എന്ന് പറയുന്ന പിക്കാസോവിൻ്റെ വിശ്വപ്രസമായ പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് പഠനങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് പെയിൻറ്റിങ് കാണുന്നയാൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിൽ വിന്യസിച്ചിരിക്കുന്ന പിന്നെ വിഷ്വൽസും പിന്നെ കളറും എന്നൊക്കെ തന്നെ ആ അനുഭവം കിട്ടും. ഇതാണ് ഒരു കല ആർജിക്കുന്ന ഒരു കാര്യം. അതായത് സ്കോളർഷിപ്പിൻ്റെ തൂണിൽ, സഹായ തൂണിൽ പടുത്തുയർത്തിയിട്ടുള്ള നിർമ്മിതികളാവരുത് എന്നുള്ള കാര്യം. അതിൽ നിന്ന് മാറിയിട്ട് അനുഭവ പരിസരത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരിക, എഴുത്തിനെ. അതാണ് ഈ പുതിയ കാലത്ത്, അതായത് എനിക്ക് 80s ശേഷം എന്ന് പറയാൻ പറ്റും. 1980 അങ്ങനെ നമ്മൾ 10 വർഷം വെച്ച് പറയുന്നത് ശരിയല്ലെങ്കിലും പുതു കവിതകളിലൊക്കെ തന്നെ അതേത് ഇപ്പം കവിയാണെങ്കിലും അതിൽ ഒക്കെ പറയുന്ന കാര്യം അതിന് സ്കോളർഷിപ്പില്ല, ഇല്ലാതെ തന്നെ ആസ്വദിക്കുക. ഇപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ പ്രളയം ഉണ്ടായ സമയത്ത് ഈ അടുത്ത് കുറേ കവിതകൾ വന്നു പ്രളയത്തെ പറ്റിയിട്ട്. അച്യുതാനന്ദൻ കുറേ കവിത, അച്യുതാനന്ദൻ്റെ കവിത എത്ര ബൈബിൾ റെഫറൻസ് വരുന്നു, ഇതിഹാസങ്ങൾ മറ്റു കാര്യങ്ങൾ വരുന്നു. ഈ പ്രളയ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ വായിച്ചിട്ട് ഈ കവിത വായിച്ചാൽ പറ്റും. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ കോളം എഴുതും പോലെ കവിത എഴുതുകയാണ് ചെയ്യുന്നത്, പല കാര്യങ്ങളും വായിച്ചുകൊണ്ട് തന്നെ.
അത് പോയട്രി ഇല്ല, സ്കോളർഷിപ്പ്, എക്സിബിഷൻ ഓഫ് സ്കോളർഷിപ്പ് എന്ന് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. ഞാൻ അതിന് അങ്ങനെയും പോയട്രി ആവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് ഒരു വിച്ഛേദം ഉണ്ടായിട്ടെങ്കിൽ, വിച്ഛേദം പാണ്ഡിത്യ പ്രകടനത്തിൽ നിന്ന് അനുഭവ സാക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് മലയാളത്തിലെ എഴുത്തിൽ. അത് നോവൽ എഴുത്താണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള മീശ എന്ന നോവൽ അതൊക്കെ കേരളീയമായ ഒരു പരിസരത്തിൽ വന്നുണ്ടായിട്ട്, പക്ഷെ മുഴുവൻ ആർജിത ജ്ഞാനവും അതിൽ വരുന്നുണ്ട്, ജാതീയത വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ആ രീതിയിൽ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആണ് അതിൽ വരുന്നത്. എങ്ങനെ ഒരു വൃക്ഷം, ഒരു പ്രകൃതിയിലെ ഏത് ജീവജാലമാണെങ്കിലും അതെങ്ങനെ ഒരു ജൈവ പരിസരത്തെ അത് സ്വയം ആർജിച്ച് എങ്ങനെ അതിനൊരു ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഇതായിട്ട് മാറ്റുന്നു എന്നുള്ള പ്രക്രിയയല്ലേ. അതേപോലെ ഒരു റൈറ്റർക്കൊരു കാര്യമുണ്ട്. റൈറ്ററുടെ മുമ്പിൽ ധാരാളം സാധനങ്ങൾ വന്നു വിടും. സംസ്കാരത്തിൽ പലതും വന്നടിയും. അതിൽ മാലിന്യങ്ങളുണ്ടാവും, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ടാവും, ജൈവ മാലിന്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് ആവശ്യമായ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സസ്യം എടുക്കുള്ളൂ. എന്നിട്ടാണ് അത് തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ജൈവ സക്രിയത, ജൈവ സർഗാത്മകത എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. മറ്റേ ജൈവ സർഗാത്മകതയായിരുന്നില്ല. മറ്റത് ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ വായന എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ഒരു എന്താ പറയുക, ഒരു മാലിന്യം മലയാള സംസാരത്തിൽ കിടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുന്നത് പോലെ തന്നെ ആധുനികത ഉണ്ടാക്കിയിട്ട് ഇത്തരം മാലിന്യങ്ങളെയും നമ്മൾ തീർച്ചയായും ഇപ്പൊ കാലാവസ്ഥ അറിയാതെ പിന്നെ ഇറക്കുമതി ചെയ്യപ്പെട്ട അതിനെ കുറിച്ചാണ് അത് അത് തന്നെയാണ് എൻ്റെ ചോദ്യമായിരുന്നതും. അപ്പോൾ അതിൽ ഈ ഒരു വളരെ ശക്തമായ നിരീക്ഷണവും ഈ ലോക്കൽ ഈസ് ഇന്റർനാഷണൽ എന്ന ഒരു ബഷീറിനെ പോലെയുള്ള എഴുത്തുകാരെ നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ രാജുവേട്ടൻ പറഞ്ഞ ഈ കൃതികളിൽ സംഭവിക്കുന്നത്. അവനവൻ്റെ അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു അനുഭവ പരിസരമുള്ള ഒരു മനുഷ്യനായിരിക്കപ്പെടുത്തുകയും അങ്ങനെ ഒരു വെല്ലുവിളിയാണ് ടി പി രാജീവൻ ചെയ്തത്. അപ്പോൾ ഇത് ഒരു എഴുത്തുകാരന് വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കേരളീയ സാഹചര്യത്തിൽ. വിശ്വാസങ്ങളുള്ള ഒരു എഴുത്തുകാരനെ ഭർസിക്കുന്ന ഒരു ലോകമാണിത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ വലിയ ഭൂമികയിലേക്കുള്ള ഒരു പ്രവേശകം, ഒരു പരിശീലനം കൂടിയാണ് ഈ വിശ്വാസം, പ്രത്യേകിച്ച് ചില നോവലുകളിലെങ്കിലും. അപ്പോൾ പുതിയ കൃതി വായിക്കുമ്പോൾ അത് ഒരുപക്ഷെ ശരീരവും മനസ്സും ഇതേ രീതിയിൽ ആ ഒരു പദ്ധതിയുടെ ഭാഗമാക്കേണ്ടി വരും, ബോധപൂർവമോ അബോധപൂർവമോ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതിനോട് നീതി പുലർത്തുന്ന കവിതകളാണ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ കവിത, ഈ ഒരു സ്വപ്നം, ഇങ്ങനെ ഒരു ആഗോള പൗരത്വം ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ട് ലോക്കൽ എന്നുള്ളത് എപ്പോഴും അന്തർദേശീയമായി തന്നെ തോന്നുന്ന ഒരാളാണ്. അപ്പം അത്തരം ധാരാളം യാത്രകൾ, അത്തരം കവികളെ പരിചയപ്പെടാനുള്ള സാഹചര്യം, അവരോടൊപ്പം ചേർന്ന് സ്വപ്നം കാണാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് എഴുത്തുകാർക്ക് താമസിക്കാവുന്ന ഒരു ഇടം. അത് അതിമനോഹരമായ കേരളം. അത് ഇനി എത്ര മനോഹരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ചർച്ച, കശ്മീർ ആണ് മറ്റൊരു കേരളം. അപ്പോൾ അത്ര മനോഹരമാണ്, അത് ചീത്തയായി. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഞാൻ കേട്ടു. അങ്ങ് അതേക്കുറിച്ച് എന്ത് പറയുന്നു? ഒന്നാമത്തെ കാര്യം, കേരളം പ്രകൃതിയുടെ അനുഗ്രഹത്തിൽ വളരെ സമ്പന്നവും ഭാഗ്യം ചെയ്ത ഒരു പ്രദേശമാണ് കേരളം. അതൊരു തർക്കമില്ല. നമ്മുടെ കാലാവസ്ഥകൾ വളരെ മിതത്വമുള്ളതാണ്, എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല, കൊടും വേനലില്ല, അതൊക്കെ വളരെ വളരെ ശരിയാണ്. പക്ഷെ കേരള ജനത, നമ്മുടെ അതിൻ്റെ ഒരു സാംസ്കാരികതയെ പറ്റിയിട്ട് എനിക്ക് വലിയ സംശയമുണ്ടെന്ന് വെച്ചാൽ, സക്കറിയ എടുത്ത് എഴുതിയ പോലെ തന്നെ എനിക്ക് വിശ്വാസമില്ല മലയാളിയിൽ, നോ ഫെയ്ത്ത്. എന്താ വെച്ചാൽ, മുദ്രാവാക്യങ്ങൾ പിന്നാലെ പോകുന്ന ഒരു ജനത ഒരിക്കലും എവിടെ എത്തില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ വ്യാജമായി നിർമ്മിച്ചെടുത്ത കുറേ അവകാശവാദങ്ങളുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും മനോഹരമായ ദൈവത്തിന് സ്വന്തം നാട് എന്ന് പറയാം. അതൊക്കെ നമുക്ക് സംസാരിക്കാവുന്ന. ദൈവത്തിന് സ്വന്തം നാട് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടു ദൈവത്തിന് സ്വന്തം നാടെന്ന് സംഭവിച്ചത് നമ്മൾ ഈ വെള്ളപ്പൊക്കം കാണിച്ചു തന്നു, പ്രളയം ഇതായിട്ട്. പിന്നെ ഏറ്റവും രാഷ്ട്രീയ സാക്ഷരത. എന്താ നമ്മുടെ രാഷ്ട്രീയ സാക്ഷരത?
കേരളത്തിലെ രാഷ്ട്രീയ സാക്ഷരത എന്ന് വെച്ചാൽ എന്താ? അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ സക്രിയനെ എഴുതിയ പലപ്പോഴും പലരും പറഞ്ഞാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടടഞ്ഞ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതേ ഗവൺമെൻറ്റിനെയും അതേ പ്രധാനമന്ത്രിയെയും വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ സംസ്ഥാനം കേരളമാണ്. അറിയാലോ, അന്ന് ജനിച്ചിട്ടുണ്ടോ? 76 ജനനം. അപ്പം അറിയില്ല, അന്ന് ചെറിയ കുട്ടിയാണ്, അന്ന് മുലപ്പാലിന് വേണ്ടി കരയായിരിക്കും. അപ്പം കേരളം ബാക്കി മുഴുവൻ നമ്മൾ പരിഹസിക്കുന്ന ബീഹാറി പശുവെൽറ്റുകാരനൊക്കെ വോട്ട് ചെയ്ത് പുറത്താക്കി മിസസ് ഗാന്ധിനെയും അവരെ ഭരണകൂടത്തെയും. കേരളം എന്ത് ചെയ്തു? ഇത് ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് വന്നിട്ടുള്ള അട്രോസിറ്റീസിൽ, അക്രമങ്ങളിൽ കേരളം ഒട്ടും പിന്നിലല്ല. എത്ര മരണങ്ങൾ അക്കാലത്ത്, രാജൻ, വർക്കല വിജയൻ എന്നൊക്കെ വേണ്ട ധാരാളം ആളുകൾ ഒക്കെ ജയിലിൽ പോയി. എന്നിട്ടും എന്ത് ചെയ്തു? മലയാളി എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മലയാളിയുടെ ഉള്ളിൽ അധികാരത്തെയും കീഴ്പ്പെടുത്തവനെന്നവനെയും ആരാധിക്കാനും അവനെ അഭിനന്ദിക്കാനും അവന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു വലിയൊരു നീച മനസ്സ് മലയാളിക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പരാജയപ്പെട്ട അഴിമതിക്കാരനായ ഒരു നേതാവിനെ വീണ്ടും കൂടുതൽ ഭൂരിപക്ഷം കൂടി ജയിപ്പിക്കാനാണ് കേരളത്തിലാണ്. സംശയമില്ല, കാര്യത്തിലല്ലോ, ഒരു കാര്യമില്ല. ചില മണ്ഡലങ്ങൾ സ്ഥിരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ നോക്കൂ, ശബരിമല പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ നോക്കൂ. സ്ത്രീകളുടെ പ്രവേശനം എന്ന് പറഞ്ഞിട്ട്, സ്ത്രീകളുടെ പ്രവേശനം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായൊരു നീതിയാണത്. ഈ കാലത്ത് എവിടെയെങ്കിലും കാലത്ത് സ്ത്രീകളുടെ ഒരു ജൈവ പ്രക്രിയേൻ്റെ ഭാഗമായിട്ടാണ് മെൻസ്ട്രേഷൻ. അതിൻ്റെ പേരിൽ അകറ്റി നിർത്താൻ ലോകത്ത് മനുഷ്യന്മാർ കേട്ടാൽ ചിരിക്കും. പുറത്തുള്ള സംസ്കൃത അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചിരിക്കും അത് കേട്ടാൽ. അതിൻ്റെ പേരിൽ വിധി വന്നപ്പം അതിനെ എതിരായിട്ട് എല്ലാ പാർട്ടികളും, സ്ത്രീകൾ തന്നെ പുറത്തിറങ്ങി അതിന് മുദ്രാവാക്യം വിളിക്കുക. ഈ അനാചാരത്തിനും അനീതിക്കും ഒക്കെ എതിരായിട്ട് പോരാടി ചരിത്രമുള്ള കോൺഗ്രസ് അതിനെന്ത് ചെയ്യുക? അതിനെ പിന്തുണ പ്രഖ്യാപിക്കുക. എന്നാൽ പിന്തുണ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? അതില്ല. ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ പങ്കുചേരുന്നൊക്കെയാണെന്ന് മറ്റേ KPCC പറഞ്ഞിരിക്കുന്നത്. BJP എന്ന് പറയുന്ന വലിയൊരു പാർട്ടി നാഷണൽ ലെവലിൽ അതിനെ സ്വാഗതം ചെയ്യും, പ്രാദേശിക തലത്തിൽ, സംസ്ഥാന തലത്തിൽ അതിനെ എതിർക്കുകയും ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അതിനാദ്യം വളരെ ശക്തമായ നിലപാടെടുത്തെങ്കിലും പിന്നെ മയപ്പെടുത്തേണ്ടി വന്നു അവർക്ക്. ഇവരാരെയാണ് പേടിക്കുന്നത്? ഒരു 5 കൊല്ലം ഭരണമില്ലെങ്കിൽ അവിടെ ആകാശം ഇടിഞ്ഞു വീഴും. ആര് കൊണ്ടുപോകും ഭരണം ഇതായിട്ട്? ഇങ്ങനെ എത്രയോ മലയാളിയുടെ ഇത്തരം അവസരവാദമാണ് നമ്മുടെ സംസ്ഥാന നയം എന്ന് പറയുന്നത്. അവസരവാദം ഓരോന്നനുസരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇത് മാത്രമല്ല, സാക്ഷരത. എന്ത് സാക്ഷരത നമുക്കുള്ളത്? ഇവിടെ ഇപ്പോൾ എത്ര കോടി ആൾക്കാരുള്ളത്? 3 കോടിയോ? കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ട് അല്ലേ? അവരൊക്കെ 100% സാക്ഷരത പോലും. ഇവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഏറ്റവും വലിയ എഴുത്തുകാരൻ MT വാസുദേവനാണ്. മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു വർഷം എത്ര പോകും? ഒരു 50,000 കോപ്പി. 3 കോടിയുടെ എത്ര ശതമാനം? 50,000 കോപ്പി അല്ലെ 1,00,000 കോപ്പി ആയിക്കോട്ടെ, എത്ര ശതമാനം? അതിൻ്റെ നെഗ്ലിജിബിൾ കണക്കറിയുന്ന ആൾക്കൊക്കെ അറിയാം. നെഗ്ലിജിബിൾ 0.01 0.5 എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള നെക്കിലാണ്. വായിക്കാത്ത സാക്ഷരത, പ്രയോഗിക്കാത്ത രാഷ്ട്രീയ സാക്ഷരത, ഇതല്ലേ? പിന്നെ മറ്റെന്താ നമുക്കുള്ളത്? എന്തായാലും ഈ വിഷയങ്ങൾ നിത്യമലയാളി നിരന്തരം വായിട്ട് അലയ്ക്കുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു രക്ഷ, പ്രത്യേകിച്ച് കവിതയുടെ വർത്തമാനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എന്നെപ്പോലുള്ള ഇപ്പോൾ നമ്മളുടെ കൂടെ പുതിയ കവികളുമുണ്ട്, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള എഴുതാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക്, പുതിയ ആളുകൾക്ക് അസൂയ തോന്നുന്ന വരികളൊക്കെ, ഇപ്പോൾ അതിൽ ഏറ്റവും കോളേജിലൊക്കെ ഏറ്റവും ആവർത്തിക്കുന്ന ഒരു വരി, ഇന്നോളം തെറ്റിയതൊക്കെയും നിന്നിലേക്കുള്ള വഴികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രണയ ശതകത്തിലാണ്. മലയാളത്തിൻ്റെ 100 പ്രണയ വരികൾ. അതെ, അതിലെ ഒരു വരി പറയോ? ഈ വരി തന്നെ ഒന്ന്. അതെ, ഇത് തന്നെ. അത് ഇപ്പം അത് പറഞ്ഞു, അത് എന്താ പറയാ, ഇന്നോളം നിന്നിലേക്കുള്ള അല്ല
ഇല്ല അത് കുഴപ്പമില്ല. നമുക്ക് അതിലേക്ക് വരികയാണ്. ഇപ്പോ ഏറ്റവും പുതിയ കവിത, അതിനു മുൻപ് നമ്മൾ കവിതയുടെ ദൈവമായിരുന്നെങ്കിൽ, ഞാൻ ഒരു ദൈവമായിരുന്നെങ്കിൽ മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ച് ദൈവമെന്ന നിലയിൽ എൻ്റെ എല്ലാ ദൈവത്തെ ഏൽപ്പിച്ച് നിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിരിക്കും. പറയ ഗോഡ്. ഇംഗ്ലീഷുണ്ടത്. അപ്പോ ഓക്കെ, അങ്ങനെ ഒരു എഴുത്തുകാരന്റെ ഉത്തരവാദിത്വം വേറൊരാളെ ഏൽപ്പിക്കാൻ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കവിത കേൾക്കണം. അപ്പോ ഒരു എന്തായാലും ഈ കവിത, പുതിയ കവിത വരണം, കേൾക്കണം. ഒരു കാര്യം, ഞാൻ പുതിയ കവിതകളുണ്ട് ഇതിലിപ്പം വളരെ, അതിപ്പോൾ ഞാൻ എൻ്റെ കാലിനൊരു മുറിവേറ്റ സമയത്ത് ഇങ്ങനെ മൂവ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ചലനം ഒരു 5-6 മാസമായി പുറത്ത് പോയിട്ടൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. പലപ്പോഴും ആകെ പോകുന്നത് പുറത്ത് മരുന്ന് വാങ്ങിക്കാനും കാൽ ഡ്രസ്സ് ചെയ്യിക്കാനാണ്. അപ്പം ഇങ്ങനെ ചില അവിടെ ഒരു ലോൺലിനെസ് ഒക്കെ ഇങ്ങനെ തോന്നും നമുക്ക്. ഏകാന്തത എന്ന് പറയുന്നത് കൃത്യമായി പ്രത്യക്ഷമായി മുന്നിൽ വന്ന് നിൽക്കും. അപ്പം അതിലൊരു കവിതയാണ് മാലിയുടെ പുല്ലാങ്കുഴൽ. മാലിയുടെ പുല്ലാങ്കുഴൽ പറഞ്ഞു, നിങ്ങൾ കാണാത്ത സുഷിരങ്ങളുണ്ട് എന്നിൽ ഇനിയും എത്രയോ. അതിൽ ധ്യാനിക്കുകയാണ് ത്യാഗരാജർ, പാടി നടക്കുകയാണ് ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അതൊന്നുകൂടി വായിക്കാം. മാലിയുടെ പുല്ലാങ്കുഴൽ. മാലിയുടെ പുല്ലാങ്കുഴൽ പറഞ്ഞു, നിങ്ങൾ കാണാത്ത സുഷിരങ്ങളുണ്ട് എന്നിൽ ഇനിയും എത്രയോ. അതിൽ ധ്യാനിക്കുകയാണ് ത്യാഗരാജർ, പാടി നടക്കുകയാണ് ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. വരൂ, ചൂടുള്ള പ്രാണവായു എന്നിലേക്ക് പകരൂ. വിരലുകൾ ചിറകുകളാക്കി ചിത്രചല എന്നെ തൊട്ടുണർത്തു. ജീവശ്വാസം മലയമാരുതനാകുമ്പോൾ എന്നിലെ ഓരോ സുഷിരവും ഓരോ പുരാതന ഗുഹയാകും. അതിൻ്റെ ഗർഭത്തിൽ ഒരു ഇല, മൊട്ട്, ഒരു കാട്, സുഗന്ധവാഹിനികളായ കാവേരികൾ, നർമ്മദകൾ, ഗംഗകൾ, യമുനകൾ, മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങൾ, അവയുടെ നെറുകയിൽ തിളങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ. മാലിയുടെ പുല്ലാങ്കുഴൽ പറഞ്ഞു, താഴ്വരയിൽ കാറ്റിൽ ആരും കാണാതെ നൃത്തം ചെയ്യുന്ന ഒരു മുളങ്കാടായിരിക്കും അപ്പോൾ ഞാൻ. അതിലൊരു കാര്യം, ഇപ്പോൾ ഒരു 5-6 വർഷം മുൻപാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന ഒരു കവിത. വീട്ടിലെ മരങ്ങളെ കുറിച്ചാണ്. എല്ലാത്തിലും മനുഷ്യ ഭാവം ഉള്ള ഒരു കവിത. അതിൽ കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ വരുന്ന കവിത. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ അവനവൻ്റെ ജീവിത സാഹചര്യം, പരിസരം, അത് കവിതയിലായാലും നോവലിലായാലും സിനിമയിലായാലും. ഇപ്പോൾ അധികം നമ്മളുടെ കാര്യം കൂടി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ലോകത്തിലെ എഴുത്തുകാർക്ക് സ്വസ്ഥമായ എഴുതാവുന്ന ഇടം വേണമെന്നൊരാഗ്രഹിച്ച ഒരാളാണ്. അതിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ മലയാളത്തെ അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി മറ്റ് ഭാഷകളിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം. ഇപ്പോൾ CP സുരേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, പോസ്റ്റ്മസ് ഉള്ള പുസ്തകമാണ്. അതെ. അപ്പോൾ ഈ 2 ലോക പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ എന്ന് ഇംഗ്ലീഷിലെ പ്രസാധനം കവിതകളുടെ രണ്ടാമത്തേത് ഈ റെസിഡൻസി, അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളും കൂടിയിട്ടാണ്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തോ ചില നിമിത്തങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള എഴുത്തുകാരുടെ സംഗമങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടെ നിന്ന് എഴുത്തുകാരെ പരിചയപ്പെടുകയും അവിടെയൊക്കെ പോയപ്പം എന്താ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, അവിടെയുള്ളൊരു പല ഭാഗങ്ങളിലും എഴുത്തുകാർ വരുന്നു. ആ നാട്ടിലെ എഴുത്തുകാരുമായിട്ട് അവർ ഒന്നിച്ചു നിൽക്കുന്നു, കവിതകളും വിഷയങ്ങളും കൈമാറുന്നു. അതോടുകൂടി
ഈ പങ്കെടുക്കുന്ന അന്യനാട്ടുകാർക്ക് ദേശക്കാർ എഴുത്തുകാർക്ക് മാത്രമല്ല, ആ തദ്ദേശീയരായവർക്ക് കൂടി അത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരിക്കലും അങ്ങനൊരു ഇത് നടക്കുന്നില്ല. അതായത് കേരളത്തിൽ നമുക്കൊരു ഇത്തരത്തിലുള്ള റെസിഡൻസി പ്രോഗ്രാംസ് എന്ന് അറിയാലോ അതിൻ്റെ കാര്യങ്ങൾ. അതാണ് ചെയ്യുന്നത്. നമുക്കൊരു എഴുത്തുകാരനെ വിളിച്ചു വരുത്തുന്നു, അയാൾക്ക് നമ്മൾ യാത്ര ഇത് കൊടുക്കുന്നു, താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഇവിടുത്തെ എഴുത്തുകാരുമായിട്ട് അദ്ദേഹം ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഈ ഭാഷയും സംസ്കാരവുമായിട്ട് അദ്ദേഹത്തിന് താല്പര്യം വരുന്നു. അത് അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നു. അയാൾ പറ്റുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ആ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കവിതകൾ പല ഭാഷകളിലും ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ റെസിഡൻസി പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുള്ളതാണ് പലപ്പോഴും. അവിടെ പോയിട്ട് നമ്മുടെ കവിതകൾ, ഞാൻ അവിടെ പോയിട്ട് പക്ഷേ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഈ കവിത വായിക്കാം. മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിച്ച് മലയാളം മനസ്സിലാവില്ലല്ലോ. നമ്മൾ അഭിമാനിക്കുമ്പോൾ മലയാളം അങ്ങനെ വിശ്വപ്രസമായ ഭാഷയൊന്നും ആയിട്ടില്ല. അത് മലയിലെ ഭാഷയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് പലപ്പോഴും. പല വിദേശ രാജ്യങ്ങളിലും പോയപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മലയാളത്തിലെ എഴുത്തിന്, പക്ഷേ അതേസമയത്ത് മലയാളത്തിലെ കവിതകളും ഇപ്പം നമ്മുടെ കവികളായിട്ടുള്ള ആശാനാണെങ്കിലും ഇടശ്ശേരി, വൈലോപ്പള്ളി, അറ്റൂരിവർമ്മ, കെ ജയശീലൻ, കൽപ്പറ്റ നാരായണൻ, ഇങ്ങനെയുള്ള ഏത് കവികളെടുത്തുള്ള അവർ ലോകത്തിലെ ഏത് ഭാഷയിലെ കവിതയായിട്ടും എഴുത്തുമായിട്ടും അവർക്ക് ഇത് ചെയ്യാം. പിന്നെ ആളുകൾ അത്രമാത്രം പറയില്ലെങ്കിലും കോവിലിനെ പോലെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ റൂബിനെ പോലെ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഓരോ കൃതികൾ എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അത് മറ്റേതൊരു വലിയ എഴുത്തുകാരനെയും പോലെ തന്നെ അത്രമാത്രം ഔന്നത്യമുള്ള കൃതികളാണ്. പക്ഷെ ഇതൊന്നും അങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുകയോ അതിനുള്ളൊരു ഇത് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് പലപ്പോഴും വളരെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം കൊളംബിയൻ റൈറ്റേഴ്സ് ആണെങ്കിലും അർജന്റീനൻ റൈറ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അവരുടെ സാംസ്കാരിക വിഭാഗങ്ങൾക്ക് പ്രധാനപ്പെട്ട പബ്ലിഷിംഗ് ക്യാപിറ്റലുകളുണ്ട്, തലസ്ഥാനങ്ങൾ. ഇപ്പം ലണ്ടൻ ഒന്നാണ്, ന്യൂയോർക്ക് ഒന്നാണ്, ഓസ്ട്രേലിയ ഒന്നുണ്ട്. ഇപ്പം ന്യൂഡൽഹി ഇപ്പം അങ്ങനെ പബ്ലിഷിംഗ് ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ ഇവർ എംബസികളിലെ ആളുകൾ, ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ്, അവരുടെ നാട്ടിലുള്ള ചിത്രകാരന്മാരെയും സംഗീതജ്ഞരെയും ഒക്കെ തന്നെ അന്യനാടുകളിൽ പ്രൊമോട്ട് ചെയ്യാനും അത് വ്യാപിപ്പിക്കാനുള്ള വലിയ പദ്ധതികളുണ്ട്. നമ്മൾക്കതില്ല. നമ്മുടെ രാജ്യത്തിന് അതില്ല. നമുക്ക് അംബാസഡേഴ്സ് ഉണ്ട്, കൾച്ചറൽ അറ്റാഷേമാരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ആളുകളെ വിളിച്ചു വരുത്തി ഡിന്നർ നടത്താനാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ പങ്കെടുത്തു. ഞാൻ ഇസ്രായേലിലും ക്രൊയേഷ്യയിലും പോളണ്ടിലും പോയപ്പോൾ ഇങ്ങനെയുള്ള ഇന്ത്യൻ എംബസികൾ നടത്തുന്നതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന നർത്തകിമാരും മറ്റേ പാട്ടുകാരൊക്കെ ഉണ്ട്, മീഡിയോക്കർ ആളുകൾ, ഡൽഹിയിൽ നിന്ന് ചുറ്റിക്കളിക്കുന്ന ആൾക്കാരാണ്. ഇത് മാറിയിട്ട് നമ്മളെ വലിയ റൈറ്റേഴ്സ്, വലിയ ആർട്ടിസ്റ്റുകളെ മറ്റു ഭാഷകളിലേക്ക് പരിചയപ്പെടുത്താനുള്ള വലിയൊരു എഫേർട്ട് സാംസ്കാരിക വകുപ്പ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലും ചെയ്യാത്. എന്തായാലും ഇപ്പൊ പിന്നെ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നോർവേ അവരുടെ സാഹിത്യം പ്രചരിപ്പിക്കാനായിട്ടുള്ള സംഘടനയാണ് നോർല. അപ്പൊ ഡൽഹിയിൽ അവർക്ക് ഓഫീസാണ്, വലിയ സംവിധാനം. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സഹകരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരിക്കൽ. പക്ഷേ നമ്മളൊക്കെ വ്യക്തിപരമായി കവിതയിലും ഇടപെടുകയും ചെയ്യുന്ന മനുഷ്യരാണ്. പക്ഷെ നമ്മളുടെ ഈ അക്കാദമികൾ, ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഭാഷയുള്ള അല്ലെങ്കിൽ അത്ര എഴുത്തുകാരുള്ള ഈ അക്കാദമികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദുരുപയോഗം ചെയ്യുകയാണ്. അല്ല, എന്താ വെച്ചാൽ ഈ സ്ഥാപനങ്ങളൊക്കെ ആളാണ്. ഇപ്പൊ മലയാള സർവകലാശാല എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാലോ അല്ലേ? അത് പ്രതീക്ഷയായിട്ട് അത് ഉണ്ടാക്കിയതെന്ന് എനിക്ക് സംശയം എന്ന് പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ചില IPS IAS ഓഫീസർമാരെ കുടിയിരുത്താൻ വേണ്ടിയാണ്. ആരെ അവിടെ വെച്ചിരിക്കുന്നത്? അതിൻ്റെ തലപ്പത്തും സ്ഥാനങ്ങളൊക്കെ ആയിട്ട് അവരൊരു പ്രസിദ്ധീകരണ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരു പുസ്തകം ആ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി വിത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഏത് പുസ്തകം പ്രൊമോഷനായിട്ട്? C.V. രാമപിള്ളയുടെ പുസ്തകം ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? നോവലാണെങ്കിൽ ആശാന്റെ പുസ്തകം ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം എന്ന് വെച്ചാൽ ഇടശ്ശേരി, വൈലോപ്പള്ളി, ഇങ്ങനെയുള്ള നമ്മളെ മാസ്റ്റേഴ്സാണ് ചെയ്തത്. ഇവരാരാ ചെയ്തിരിക്കുന്നത്? മീഡിയോക്കറായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ വാലായി നിൽക്കുന്ന ചില പെറ്റി റൈറ്റേഴ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുകൊണ്ട് മാർക്ക് ചെയ്ത് ആരെയും വായിക്കും? ആരെയും വായിക്കോ? ഇപ്പം ഞാൻ പറയാം, മുകുന്ദൻ്റെ കഥകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡൊണാൾഡ് ജൂനിയർ എന്ന് പറയുന്നുള്ള ഒരു കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ഐ നോ ഹിം പേഴ്സണലി.
അത് ഇറക്കുന്നത് ആ യൂണിവേഴ്സിറ്റി പ്രസ് ഇറക്കുന്നത് എം മുകുന്ദൻ്റെ കഥകൾ. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് മലയാളിയുടെ പ്രധാന പ്രശ്നം ഫെറോക്കിയലിസാണ്. അറിയാലോ, വളരെ ഒരു കുളത്തിൽപ്പെട്ട കുളമാണല്ലോ കേരളം, അറിയാലോ. 3 എല്ലാ ഭാഗവും മലയും ഒരു ഭാഗവും കടലുമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത കുളത്തിൽപ്പെട്ട ആൾക്കാരാണത്. അത് അദ്ദേഹം പറയുന്നത് പരോക്യലിസം എന്ന് പറയുന്ന വലിയൊരു ശാപം മലയാളത്തിൽ എഴുത്തുകാർക്കും സംസ്കാരത്തിനുണ്ട്. പുറമേയുള്ള ഒന്നും അറിയില്ല. ഇതാണ് ഈ കുളമാണ് ഏറ്റവും വലിയ കുളം, ഇതാണ് ഏറ്റവും ശാന്തമഹാസമുദ്രത്തെക്കാൾ ആഴമുണ്ട് ഈ കുളത്തിനെന്ന് എന്ന് വിശ്വസിക്കുന്ന തവളകളാണ് അവിടെ മൊത്തമുള്ളത്. ഇത് സത്യമാണ്. ഇപ്പോൾ ഈ ഏത് നിങ്ങൾ എടുത്തു നോക്കൂ, ഏത് സ്ഥാപനം എടുത്തു നോക്കൂ, ആരാ തലപ്പത്തുള്ളത്? കലാമണ്ഡലം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു സ്ഥാപനമാണത്. ലോകത്ത് മറ്റെവിടെയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഇന്റർനാഷണൽ റെപ്യൂട്ടഡ്. അതിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ പിന്നെ മലയാളത്തിലെ ഇപ്പോൾ ടാഗോറിൻ്റെ ഒരു ലോകം അംഗീകരിച്ച നൊബേലിലൂടെയും അല്ലാതെയും അംഗീകരിച്ച കവിയാണ്. ലോകത്തിന് മുൻപിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വെക്കാനുള്ള പ്രധാനപ്പെട്ട കവിയാണ് ടാഗോർ നടപ്പിലാക്കിയത് ചിത്രകലയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു സ്ഥാപനമാണ്. അതുപോലെ മലയാളത്തിൽ വള്ളത്തോൾ നടപ്പാക്കിയത് ഈ കവിതകളുടെ അങ്ങേയറ്റത്തെ രൂപമായ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കലാമണ്ഡലം വന്നത്. പക്ഷേ ഇത്തരം ഇവർ മുന്നോട്ട് വെച്ച ലോക സ്പേസ്, വിശ്വോത്തര സ്പേസ് എന്നുള്ള നിലയിലുള്ള ഇത്തരം സ്ഥലങ്ങൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദ വർത്തമാനങ്ങളുമുണ്ട്. നമ്മളുടെ നാട്ടിലെ ഒരു വലിയ പ്രസാധകൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ടാഗോറിന്റെ പേരിൽ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും അത് പക്ഷേ പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് ഒരു വർത്തമാന പത്രമേ വാർത്ത കൊടുത്തുള്ളൂ. അതിന്റെ വർത്തമാനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ ഇത്തരം ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഉന്നതന്മാർ, അതേക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അത് സാംസ്കാരിക രംഗവും രാഷ്ട്രീയ ഇതിൽ മാത്രം നിൽക്കുന്നത് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ. അതിപ്പോൾ അബ്കാരി ലേലം ചെയ്യുകയാണെങ്കിലും പിന്നെ ബ്രിവറി പെർമിഷൻ കൊടുക്കുകയാണെങ്കിലും ഇത്തരം ഇതാണല്ലോ ഈ മദ്യക്കച്ചവടക്കാരും നിർമ്മാതാക്കളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അഭിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടിന് ഫലമായിട്ട്. അതേപോലെ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തന്നെ ഈ മദ്യരാജാക്കാരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക ഗൂഢസംഘങ്ങളുണ്ട്. അവരാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനൊരു മടിയില്ല. കലാമണ്ഡലം വൈസ് ചാൻസലറായി ഇപ്പോൾ ഇരിക്കുന്ന ആളോട് നളചരിതം വായിച്ചോ ചോദിച്ചു, അത് ചോദിച്ചു. കോട്ടയം കൃതികളും പിന്നെ ഉണ്ണായി വാര്യർ നമ്മൾ വ്യത്യാസം ചോദിച്ചു നോക്കൂ. അദ്ദേഹം ബാ എന്ന് പറയാറുള്ളത് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ. അങ്ങനത്തെ ആളുകളെ ഇതിനെന്ത് ചെയ്യുന്നു? അതിനെക്കാട്ടും യോഗ്യനായ ആളുകൾ വേറെ ആ സമയത്ത് ആ പാനലിൽ ഉണ്ടായിരുന്നു, വൈസ് ചാൻസലർ പാനലിൽ. ഇപ്പം MV നാരായണൻ എന്ന് പറയുന്ന ആളറിയാലോ. അദ്ദേഹം നല്ല സ്കോളറാണ്, നല്ല എക്സ്പ്രഷൻ ഉണ്ട്, അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകളുണ്ട് വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും കലാമണ്ഡലം എങ്ങനെ വേണം, കൂടിയാട്ടം എന്ന് പറയുന്ന കല ഇതിനകത്ത് പെർഫോമൻസിനകത്ത് പഠിച്ച ആളാണ്, എഴുതിയ ആളാണ് ധാരാളം. VK-നെ പറ്റി വലിയ പഠനം എഴുതിയ ആളാണ്. അങ്ങനത്തെ ഒരാൾ അപ്ലിക്കൻ്റ് ആയിരിക്കുകയാണ് എന്താണ് കൂടിയാട്ടവും കഥകളിയും തെയ്യവും എന്താ പറയുക അതിലുള്ള വ്യത്യാസം അറിയാത്ത ഒരാളെ വളരെ വളരെ ബുദ്ധിമുട്ടി തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ വൈസ് ചാൻസലർ എൻ്റെ കലാമണ്ഡലം. ഇനി വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് മാത്രം അതല്ലല്ലോ. വൈസ് ചാൻസലർ ഷുഡ് ബി എൻ അക്കാഡമിക്. അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് വിഷൻ വേണം. എങ്ങനെയാണ് ഇതെന്ത് വിഷൻ? ഇത് സഹകരണ സംഘം നടത്തുന്ന ബുദ്ധിയും കൊണ്ട് VC ആകുമ്പോൾ എങ്ങനെ പറ്റുക? ഇത് എല്ലായിടത്തും ഇതാണ് സംഭവിക്കുന്നത്. ഏത് സ്ഥാപനത്തിലും നമ്മുടെ മുഴുവൻ ഇത്തരം കാര്യങ്ങൾ തകർക്കുന്ന പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായി വേണ്ടത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളെ പരിഹരിപ്പിക്കുന്ന വളരെ ദൂഷിതമായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. അവസരവാദം, അവരാണ് വിജയിക്കുന്നത്. എന്തായാലും അത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ വർത്തമാന കക്ഷി രാഷ്ട്രീയം, അത് വളരെ കവിതയിലേക്ക് കൊണ്ടുവന്ന കവിതയാണ്. ഇപ്പോൾ അങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PRO ആയിരിക്കുന്ന സമയത്ത് എഴുതിയ കുറുക്കന്റെ ഒരു തുടർച്ച ഇപ്പോൾ ഈ വർത്തമാനത്തിലുണ്ട്. കവിത മാറിയെങ്കിലും അപ്പൊ ഈ ഒരു അനുഭവ സമ്പത്ത് ഈ രണ്ട് തലത്തിലുള്ള ഒരാളാണ് അങ്ങ്. അപ്പൊ ഈ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഈ കുറുക്കൻ പോലുള്ള ആ കവിത ആ സമയത്തുണ്ടാക്കി അതിനുശേഷം അത്തരം പ്രത്യക്ഷ രാഷ്ട്രീയത്തെ വിവരിക്കുന്ന കവിതകൾ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് തോന്നിയത്? പ്രത്യക്ഷ രാഷ്ട്രീയത്തെ അങ്ങനെ അതിനുശേഷം ഞാൻ പ്രകൃതി ദൃശ്യങ്ങളെന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതല്ല, അത് എന്ന് പറയുന്നത് വളരെ അത് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രമാത്രം ബാധിച്ച് നമ്മൾ മനസ്സിനെ വേദനിപ്പിച്ചൊരു സന്ദർഭത്താണ് കവിത എഴുതുന്നത്. കാരണം അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ കുട്ടികളുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അടുക്കളയ്ക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്.
എത്രയോ വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് അവർ, പാവം ഇതായിട്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തുള്ള വീടുകൾക്ക് താമസിക്കുന്ന പാവം കുട്ടികളാണ്. അവരൊക്കെ തന്നെ വലിയ ഉന്നത വിദ്യാഭ്യാസമില്ല, 8ാം തരവും 7ാം തരവും ഒക്കെ തോറ്റിട്ട് സ്കൂളിൽ പോകാത്ത ആളുകളുണ്ട്. അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികളെയും ഗവേഷകരെയും അധ്യാപികമാരെയും ലേഡീസ് ഹോസ്റ്റലാണല്ലോ, അവർക്കൊക്കെ വേണ്ട പ്രാതലുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ നോക്കിയിട്ട് അവരെ കാത്തുപോരുന്ന വർഷങ്ങളായി നിൽക്കുന്നവർ കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ മിനിമം വേതനം എന്ന് പറയുന്ന സാധനം കൊടുക്കണ്ടേ. അത് ഇവർ അവകാശപ്പെട്ടപ്പോൾ, വേണമെന്ന് പറഞ്ഞപ്പോൾ, അന്നത്തെ ഇടതുപക്ഷ ഭരണമാണ്, സിൻഡിക്കേറ്റും ഇടതുപക്ഷം, ഗവൺമെൻറ്റും ഇടതുപക്ഷം, കേരള ഗവൺമെൻറ്, നാലാർ ഗവൺമെൻറ്റാണ്, ഇവരെ പിരിച്ചുവിട്ടു. ഇതെന്തൊരു അക്രമം അത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവർ ഈ പിരിച്ചുവിടലിനെതിരെ ഇവർ സമരം തുടങ്ങി. ഈ സ്ത്രീകൾ ഇവരവിടെ നിരാഹാരിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫീസിന് മുമ്പിൽ. അതിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് സെനറ്റ് ഹൗസ്, യൂണിവേഴ്സിറ്റി സെനറ്റ് ഹൗസ്. ആ സെനറ്റ് ഹൗസ് മുമ്പിൽ പോസ്റ്റ് മോഡേണിസത്തെ പറ്റി ഒരു ചർച്ച നടക്കുകയാണ്. ഇന്ത്യയിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സൈദ്ധാന്തികന്മാരും അവിടെ വന്നിട്ടുണ്ട്. അവരാരും തന്നെ ഈ ഇതൊരു പോസ്റ്റ് മോഡേൺ ഇഷ്യൂ ആണല്ലോ. ഇവർ ഒന്നാമത്തെ കാര്യം, ഇവർ പല ആളുകളും ദളിതുകളാണ്. ഈ സ്ത്രീകൾ ഇവർ ഈ പറയുന്ന മുഖ്യധാരയ്ക്ക് പുറത്തുള്ളവരാണ്. മിനിമം വേതനമില്ല, ജീവിക്കാൻ മാർഗമില്ല, മറ്റു കാര്യങ്ങളില്ല. ഇവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന പേരിൽ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് സിൻഡിക്കേറ്റും കമ്മ്യൂണിസ്റ്റ് വൈസ് ചാൻസലറും ഇത് നിഷേധിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്തുന്ന സമയത്ത് ഇതൊരു വേദനയാണ് നമ്മൾക്ക്. ഇരട്ടത്താപ്പ് മലയാളമില്ല. അങ്ങനെയാണ് ഒരു കവിതയും ഒരു ലേഖനവും, ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എന്ന ലേഖനം മാതൃഭൂമിയിലും, ഈ കുറുക്കൻ എന്ന് പറയുന്ന ഈ കവിത. അപ്പം അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ടി കെ രാമേന്ദ്രനെ പോലത്തെ വലിയ സൈദ്ധാന്തികന്മാരാണ്, ബുദ്ധിജീവിയാണ്, കേരളത്തിൽ മാർഗദർശിയാണ് പലർക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് നോക്കില്ല ഈ സ്ത്രീകളടുത്തേക്ക്. അദ്ദേഹം അവിടെ എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ മുമ്പിൽ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് വളഞ്ഞത് നോക്കാതെ പോകും. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സെമിനാറിന് വന്ന സുന്ദർ ഷാരൂഖായൊക്കെ വന്നിട്ടുണ്ട് അവിടെ, അത് നോക്കിയിട്ടില്ല അദ്ദേഹം അങ്ങോട്ട്. നമ്മുടെ അക്കാദമി പരിസരം അല്ലെങ്കിൽ അക്കാദമിക ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ആ മേഖല ഈ മനുഷ്യരോടും കവിതയോടും ചെയ്യുന്ന രീതി ആണ് ടി പി രാജീവൻ സംസാരിച്ചത്. അത് കുറുക്കൻ സ്വന്തം അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആ ഉദ്യോഗത്തിലിരിക്കുന്ന സമയത്താണ്. എന്തായാലും ഒരു കവിത കൂടി കേട്ടിട്ട് നമുക്ക് ഈ വർത്തമാനത്തിന് ആദ്യ ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുതിയ കവിത ഏതാ പറഞ്ഞ? വേറെ ഒരെണ്ണം കൂടി പുതിയത് വരാനുള്ള. ആ, അത് വായിക്കാൻ പറ്റില്ലല്ലോ. ആ, അത് വായിക്കാം. അല്ല, അവർക്ക് കുഴപ്പമുണ്ടാവും. വീട്ടിലല്ലേ? ആ, നമ്മൾ കേൾക്കാൻ പോകുന്ന കവിത തുന്നൽക്കാരൻ. അപ്പുക്കുട്ടി ഒരു തുന്നൽക്കാരൻ. അടുപ്പമുള്ളവർ അയാളെ അപ്പു എന്നും കുട്ടി എന്നും വിളിക്കും. എന്ത് വിളിച്ചാലും അയാൾ വിളി കേൾക്കില്ല. അപ്പുക്കുട്ടി ഒരു തുന്നൽക്കാരൻ. കവലയിൽ റേഷൻ കട, അമ്പട്ടക്കട, ചായക്കട, ചാരായക്കട, വായനശാല. അവക്കിടയിലോ പിന്നാമ്പുറത്തോ അപ്പുക്കുട്ടിയുടെ തുന്നൽക്കട. കട ഒരു സങ്കല്പം, അപ്പുക്കുട്ടി ഒരു തുന്നൽക്കാരൻ. വംശനാശം വന്ന ഏതോ ജീവിയുടെ ഫോസിൽ പോലെ ഒരു ആദ്യകാല തുന്നൽ യന്ത്രം മാത്രം കാണാം. ചിലപ്പോൾ അതും കാണില്ല. പകൽ സമയങ്ങളിൽ അപ്പുക്കുട്ടിയെ ആരും അവിടെ കാണില്ല. കണ്ടാൽ തന്നെ തിരിച്ചറിയുകയുമില്ല. കാരണം അയാളെ ആരും ഇന്നേ വരെ പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. അപ്പുക്കുട്ടി ഒരു തുന്നൽക്കാരൻ. ഉടുപ്പ് തുന്നേണ്ടവരുടെ അളവെടുക്കാൻ അപ്പുക്കുട്ടി വീടുകൾ കയറിയിറങ്ങുക പകലാണ് എന്നാണ് പറയുന്നത്.
അത് സത്യമായാലും കിട്ടുകഥയായാലും ഇന്നലെ എന്നെ കാണാൻ വന്നു. ഞാൻ അറിയാതെ എൻ്റെ അളവുകൾ അടിമുടി എടുത്തുപോയി. അപ്പുക്കുട്ടി ഒരു തുന്നൽക്കാരൻ. ഇന്ന് നേരം പുലർന്നപ്പോൾ സ്വപ്നത്തിൽ പോലും അണിയില്ല എന്ന് ഞാൻ കരുതിയ ഒരു പുത്തൻ ഉടുപ്പണിഞ്ഞ് ഞാൻ കിടക്കുന്നു. രാത്രിയാണത്രേ അപ്പുക്കുട്ടിയുടെ തുന്നൽ. മണ്ണിലകളും ഇരുതല മൂരികളും ഭൂമി തുന്നിക്കൂട്ടുന്നത് പോലെ. രാത്രിയാണത്രേ അപ്പുക്കുട്ടിയുടെ തുന്നൽ. മണ്ണിരകളും ഇരുതല മൂരികളും ഭൂമി ഉഴുത് മറിക്കുന്നത് പോലെ. കാണാത്ത സമയത്താണ് നമ്മൾ ഇപ്പോൾ ഇതേ രീതിയിൽ കാണാത്ത സമയത്താണ് എഴുത്ത് നടക്കുന്നത്, കവിത നടക്കുന്നത്, മറ്റ് ചിന്തകൾ ഉണ്ടാകുന്നത്. എന്തായാലും അതിൻ്റെ മറ്റു വിശേഷങ്ങൾ മറ്റൊരു TP രാജീവൻ കവിതാലക്കത്തിൽ തത്സമയം തുടരും. നന്ദി. സന്തോഷം.